ഏറെ ആകാംക്ഷയോടെ വായിച്ചു തീർത്ത ഒരു ഗ്രന്ഥമാണ് GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന നോവൽ. ഏകദേശം 550 പേജുകൾ വരുന്ന ഈ ഗ്രന്ഥം ഒട്ടും വിരസതയില്ലാതെ 2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ സാധിച്ചത് ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരൻ സൃഷ്ടിച്ച ആശയലോകവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ മാസ്മരികതയുമാണ്. 16-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുപോയ കേശവൻ എന്ന ആനയുടെയും ചീരൻ എന്ന ആന പാപ്പാൻ്റെയും കഥയാണ് ആനോ. നവോത്ഥാന കാലത്ത് കേരള തീരത്തേക്ക് പാശ്ചാത്യ ലോകത്തു നിന്നും നടത്തിയ കപ്പലോട്ടങ്ങളും മതത്തിൻ്റെ അവിശുദ്ധമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും വെട്ടിപ്പിടിക്കലും തദ്ദേശീയരുടെ പ്രതിരോധ ശ്രമങ്ങളുമെല്ലാം ഈ നോവൽ ചർച്ച ചെയ്യുന്നുണ്ട്. മലബാറിൻ്റെ തീരത്തേക്ക് പാഞ്ഞെത്തിയ പാശ്ചാത്യ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിരോധം സൃഷ്ടിക്കുവാൻ പലപ്പോഴായി പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ട മലബാറിലെ വ്യത്യസ്ത വിഭാഗക്കാരായ ജനങ്ങൾ ഈ അധിനിവേശത്തിന് ചുക്കാൻ പിടിക്കുന്ന പോർച്ചുഗീസ് ചക്രവർത്തിയായ മാനുവൽ രാജാവിനെ കൊലപ്പെടുത്തുവാനായി തിരഞ്ഞെടുത്ത ചാവേറാണ് ചീരൻ. അപ്രകാരം കൊച്ചിയിൽ നിന്നും റോമിൽ മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കുന്നതിനായി കൊണ്ടുപോയ കേശവൻ എന്ന ആനയുടെ പാപ്പാനായി ചീരൻ നിയോഗിക്കപ്പെടുന്നു. ചീരൻ്റെ ജീവിതവും അവൻ്റെ പ്രതിരോധങ്ങളും അവൻ്റെ കലഹവും പ്രണയവുമെല്ലാം ഈ നോവലിനെ ജൈവികതയിൽ മുന്നോട്ട് നയിക്കുന്നു. ഒപ്പം പാശ്ചാത്യ ജനതയുടെ അധിനിവേശ ശ്രമങ്ങളുടെ വേറിട്ട ചരിത്രവും ഈ നോവൽ അടയാളപ്പെടുത്തുന്നു. GR ഇന്ദുഗോപൻ ഒരു വിസ്മയമാണ് ഈ നോവലിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഭാവന കൊണ്ട് മാത്രം ഉടലെടുത്ത ഒരു നോവൽ അല്ല ഇത്. അതിനപ്പുറമായി കഠിനമായ ചരിത്ര ഗവേഷണങ്ങൾ ഈ നോവലിന് പിന്നിലുണ്ട്. നല്ലൊരു വായനാ അനുഭവം സമ്മാനിക്കുന്ന നോവൽ. നിങ്ങൾക്കും ഈ ഒരു അനുഭവം ഈ നോവൽ സമ്മാനിക്കട്ടെ.